അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യാനുള്ള അവസരം ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ കാണാം. സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോവേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ഓണേഴ്സ് ബിരുദ ഏകജാല പ്രവേശനം ഓൺലൈൻ നൽകിയിട്ടുള്ള അപേക്ഷകൾ പുനഃക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഒഴിവാക്കുന്നതിനുമുള്ള സൗകര്യം 26-ാം തീയതി വൈകുന്നേരം 3 മണി വരെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുള്ളത്. തേർഡ് അലോട്ട്മെൻറ്റ് 28-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ഇന്ന് വൈകുന്നേരം 3 മണി വരെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും അതുപോലെ ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കൊടുക്കാനും അവസരം ഉണ്ട്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സെക്കൻഡിൽ ലഭിച്ച ആ ഒരു സീറ്റ് പോവുകയും പുതുതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക. അതായത് നിങ്ങളിപ്പോൾ 5-ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ട്. ഹയർ ഓപ്ഷനിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക്, അതായത് ഈ ഒരു അടുത്തതായിട്ട് നിങ്ങൾക്ക് 3-ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഇതിന് താഴെയുള്ള ബാക്കി എല്ലാ ഓപ്ഷനും, അതായത് മുമ്പ് ലഭിച്ച ആ ഒരു കോളേജ് കൂടി ക്യാൻസൽ ചെയ്യപ്പെടും. പിന്നീട് പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം ഇന്ന് വൈകുന്നേരം 3 മണി വരെയാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതായത് any request to retain second allotment after third allotment will not be considered under any circumstances based on the higher option registered എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ 5-ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 2-ാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ ഈ 2-ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് നിങ്ങൾക്കൊരാഗ്രഹം ഈ ഒരു 5-ാമത്തെ ഓപ്ഷനിലേക്ക് തന്നെ നിലനിർത്തണം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിരുന്നു, പക്ഷേ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് ഓപ്ഷനായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ഇപ്പോൾ ലഭിച്ചത് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് മാറ്റിയിട്ട് സെക്കൻഡിൽ കിട്ടിയത് അവിടെ നിലനിർത്തണം എന്ന് തോന്നുകയാണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് യാതൊരുവിധ കാരണവശാലും അനുവദിച്ച് തരുന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ഹയർ ഓപ്ഷൻ ദർ ഈസ് നോ നീഡ് ടു ക്യാൻസൽ ഹയർ ഓപ്ഷൻ ഫോർ കാൻഡിഡേറ്റ് ഹൂ ഹാവ് ടേക്കൺ പെർമനൻറ്റ് അഡ്മിഷൻ. അതായത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധവും. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ മാത്രമേ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതുള്ളൂ, അതായത് റിമൂവ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകളിൽ, അതായത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഹാജരാക്കാൻ, അതിൻ്റെ ഒറിജിനൽ ഹാജരാക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 3 മണി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനും അതുപോലെ റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് 28-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.